ഹൈ ഫ്രണ്ട്സ്, എന്തൊക്കെയാണെന്ന് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് അറിയാം, ഇപ്പോൾ 7:30 മണി, 7:30. അപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ, ഇന്ന് ഫുൾ തിരക്കായിരുന്നു കേട്ടോ, ഫുൾ തിരക്ക്. ഇന്ന് ഉച്ച മുതൽ വീട്ടിൽ ഇവിടെ പണിയുണ്ടായിരുന്നു. പണി എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളെ ഫിഷ് ടാങ്കില്ലേ, ഫിഷ് ടാങ്കിൻ്റെ പണിയുണ്ടായിരുന്നു. പിന്നെ ഏതായാലും വിചാരിച്ച് അത് ചെയ്യാം. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലിക്കറിങ് ഉണ്ടല്ലേ, ട്യൂബിൻ്റെ പ്രശ്നമാണ്. ട്യൂബ് ഓരോ ട്യൂബിൽ ഫ്ലിക്കറിങ് ഉണ്ടാവുന്നു. അത് പോട്ടെ വാ. അപ്പോൾ ഇന്ന് ഉച്ച മുതൽ ഫുൾ തിരക്കായി ഫിഷ് ടാങ്കിൻ്റെ പണി. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, ഞാൻ കാണിച്ചതിന് 2 പേര് കല്ല് കെട്ടിയിട്ട് ഫിഷ് ടാങ്കിന്. ടാങ്ക് ആയിട്ടില്ല, 2 പേര് കല്ല് കെട്ടി. 2 പേര് കല്ല് കെട്ടിയിട്ട് അപ്പോൾ പിന്നെ അഭിപ്രായങ്ങൾ വന്നു, 3 പേര് കെട്ടണം, 3 പേര് കെട്ടിയത് എന്നുള്ളതാവും എന്ന അഭിപ്രായം വന്നു. പിന്നെ എനിക്കും തോന്നി, അതുകൊണ്ട് 3ാമത്തെ പേര് ഇന്ന് ഉച്ചക്ക് കെട്ടി. ഉച്ച മുതലായിരുന്നു പണി കെട്ടി. പിന്നെ മിന്നാന്ന് പോയിട്ട് സിമെൻറ്റിൻ്റെ ചാക്ക്, ഉള്ളിൻ്റെ ചാക്ക് വാങ്ങി. സിമെൻറ്റ് ചാക്ക് എന്ന് പറയുന്നത് ഉള്ളിച്ചാക്കില്ലേ, ഉള്ളിച്ചാക്ക് വാങ്ങി. ഒന്നിന് 15 റുപ്യ വെച്ചിട്ട് 10 ചാക്ക്, 10ന് 150 റുപ്യ ഉള്ളിച്ചാക്ക് വാങ്ങിയിട്ട് അവിടെ മിന്നാന്നേ കൊണ്ടുവച്ചിനി. അത് വാങ്ങി. പിന്നെ ഒരു പാക്കറ്റ് സിമെൻറ്റ് വാങ്ങി, ഒരു കെട്ട്, അതായത് 360 റുപ്യ, 50 കിലോൻ്റെ സിമെൻറ്റ് വാങ്ങി. സിമെൻറ്റിന് വേറൊരു കാര്യം എന്നറിയാം, സിമെൻറ്റ് 5 കിലോ വാങ്ങുന്നതാണെങ്കിൽ എന്താ 5 കിലോ വാങ്ങുന്നതാണെങ്കിൽ എത്ര പൈസ? 5 കിലോ ലൂസ് വാങ്ങുന്നതാണെങ്കിൽ 70 റുപ്യ, 10 കിലോ വാങ്ങുന്നതാണെങ്കിൽ 7-14 140 റുപ്യ. അപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ ഞാൻ വെച്ചാൽ ഇതിൻ്റെ ഡബിൾ പൈസ, 360 ഡബിൾ ആവും. 50 കിലോന്. അപ്പോൾ പറഞ്ഞ് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ 50 കിലോൻ്റെ ബിൽ തന്നെ 360 റുപ്യക്ക് എടുക്കുന്നതാണ് നല്ലത്. ലൂസ് എന്ന് വെച്ചാൽ ലൂസമ്മ, ഞാൻ നിങ്ങൾ ലൂസിന് ഡബിൾ അങ്ങനെ പൈസ 5 കിലോന് 70 റുപ്യ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അത്ര പൈസയായി. അപ്പോൾ എന്നോട് പറഞ്ഞ് അത് നമ്മളിവിടെ ലൂസായി കഴിഞ്ഞാൽ പിന്നെ കട്ട പിടിക്കും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അതുകൊണ്ട് ഞാനൊരു മിന്നാന്നൊരു വട്ടം ഇതിൻ്റെ കെട്ടാൻ വേണ്ടിക്ക് 2 പേര് കല്ല് കെട്ടാൻ വേണ്ടിക്ക് ഞാൻ പോയിട്ട് ലൂസ് വാങ്ങിയിട്ട് 5 കിലോന് 70 റുപ്യക്ക് വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് അതിനെ കൊണ്ടാണ് കെട്ടിയത്. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നി ഗ്രോട്ട് ഉള്ളിച്ചാക്കില്ലേ, ഉള്ളിച്ചാക്ക് സിമെൻറ്റ് കറക്കിയിട്ട് അതിൽ മുക്കിയിട്ട്, സിമെൻറ്റ് കറക്കിയിട്ട് അതിൽ ഉള്ളിച്ചാക്ക് മുക്കും. അതായത് ചാക്ക്, നമ്മളെ നൂൽച്ചാക്കില്ലേ, അത് ചാക്ക് മുക്കിയിട്ട് വിരിക്കും, അങ്ങനെ സെറ്റാക്കും. അതാണ് പരിപാടി. അപ്പം ഞാൻ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടേ, അതായത് ഇന്നത്തെ പരിപാടി മൈരിവ് വരെ അതന്നെ പരിപാടി, ഒരേ പണി. എന്നിട്ട് ഗ്ലാസ് ചായയും കുടിച്ചിട്ട് ഇറങ്ങിയതോ. അപ്പോൾ 2 ദിവസം വെള്ളം ഒഴിക്കണം, ഇനി വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കാൻ ഞാൻ കാണിച്ചു തരാം. നല്ല ഫ്ലിക്കറിങ് ഉണ്ട്. പകൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, നാളെ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഫുൾ ഉള്ളിച്ചാക്ക് വിരിച്ച് നല്ല അടിപൊളി ഗ്രൗട്ട് ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെയുണ്ട്, കണ്ടോ, നല്ല ഫ്ലിക്കറിങ് ഉണ്ട്. ഞാൻ അതെല്ലാം ഇപ്പം കാണിക്കത്തില്ല, മതി. അത് കെട്ടി ബാക്കിയുള്ള കല്ലാണ് ഇതാണ്. അതിൽ ഞാൻ നാളെ കാണിച്ചു തരാം. അപ്പോൾ എന്ന് വെച്ചാൽ ഏതായാലും ഞാൻ വിചാരിച്ചു ഏതായാലും പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും പോയിട്ട് അതിൽ ഫുഡ് കഴിക്കണം, പിന്നെ ഒന്ന് ഷേവ് ചെയ്യണം, കുട്ടപ്പനാണോന്നെല്ലാം വിചാരിച്ച്. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ പോകുന്നു, ടൗണിലേക്ക് പോകുന്നു. എന്തെങ്കിലും ഫുഡ് കഴിക്കണം, വിശക്കുന്നു, ഒരു ഷവർമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. വേക്കുന്ന വണ്ടികൾ ഇങ്ങനെ പായുന്നുണ്ട്, ചീറി പായുന്നുണ്ട്. ഇവിടെ എവിടെയോ തീരെ ഫ്ലിക്കറിങ് ഇല്ലാണ്ടുണ്ടേ. ഇവിടെ കുറവുണ്ടല്ലേ. പോട്ട് പോ. ഞാൻ വിചാരിച്ച് ഈ പണിയെടുക്കുന്നതെല്ലാം കാണിച്ചിരണം. പക്ഷെ എന്നാ അറിയാം, ഞാൻ വിചാരിച്ചു ഏതായാലും പണി തീർത്തിട്ട് കാണിക്കാം. പണിയെടുക്കുമ്പോൾ എല്ലാം കാണിച്ചിരണം എന്നുണ്ടായിന്. പിന്നെ വെച്ചാൽ വേണ്ട, പണിയെടുക്കുന്നതെല്ലാം എന്തിനാണെന്ന് കാണുന്നത്, ആർക്കാ കാണേണ്ടത്, നിങ്ങൾ കാണണം. അതൊന്നുമല്ല കാര്യമൊന്നുമില്ല. പണിയെടുക്കുന്ന എന്തിനു കാണുന്നു. അപ്പോൾ നമുക്ക് ഞാനേതായാലും നാളെ കാണിച്ചു തരാം. ഏകദേശം സെറ്റായില്ലേ. ഇനി നാളെ വെള്ളം ഒഴിക്കുന്നു, നാളെ വൈകുന്നേരവും വെള്ളം ഒഴിക്കുന്നു, മറ്റന്നാളായിട്ട് നമുക്ക് ഷീറ്റ് വിരിച്ചിട്ട് ഫിഷിനിടാം. വേറെ കോമഡി വെച്ചാൽ കിണറ്റിലെ ഫിഷെല്ലാം ഞാൻ കുറച്ച് കോരിയിനി, ബാക്കിയൊന്നും ഇല്ല. കുറേ ഉണ്ടായിനി, നിറച്ചുണ്ടായിനി ഗപ്പി. പക്ഷെ ഇപ്പോൾ ഒന്നും ഇല്ല, എന്തായെന്നറിയില്ല. ഇപ്പോൾ കുറച്ചൊരു 10-25 എടുത്തിട്ട് ഞാൻ ബക്കറ്റിലാക്കിയിട്ടുണ്ട്. അതിൽ കുഞ്ഞുങ്ങൾ വലുതായിട്ടുണ്ട്, ഇത്ര പോരായിട്ടുണ്ട്. അപ്പോൾ അതിനെടുത്ത് ബക്കറ്റിലാക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് കോഴിക്കാർപ്പിനെല്ലാം ഇട്ടിട്ട് സെറ്റാക്കാം. കോഴിക്കാർപ്പിനെല്ലാം ഫിൽറ്റർ വേണ്ടി വരും തോന്നിയില്ല, നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കഥ. നമുക്ക് ഇവിടുന്ന് വിടാട്ടോ. ബാക്കി കാര്യം നാളെ പറയാം. എനിക്ക് ഫ്ലിക്കറിങ് കാണുമ്പോൾ നമുക്ക് എന്തോ ആണ്, എനിക്ക് ഇഷ്ടമല്ല ഈ ഫ്ലിക്കറിങ്. കണ്ട ചെറുങ്ങനെ ഈ ഫ്ലിക്കറിങ് ഇല്ലെന്ന് തോന്നുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് ഫ്ലിക്കറിങ് പോലെ സെറ്റാകുന്നില്ല ഫ്ലിക്കറിങ്. സിമെൻറ്റ് ബാക്കി ഇതാ ഞാനിവിടെ ഉള്ളിച്ചാക്ക് വെച്ചിട്ട് ഒരു ചാക്ക് ബാക്കിയുണ്ട്, ഞാൻ എടുത്തിട്ട് പോന്നിട്ടുണ്ട്. കണ്ടോ, അത് എടുത്ത് പോതിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് നമ്മുടെ ചെറുകാൻ, അതൊന്നും പറയാനൊന്നുമില്ല. പോലെ
സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. അതാണ് പിന്നെ കാരണം പണിയെടുത്തല്ലേ. പണിയെടുക്കുന്നവർക്കറിയാം ഒന്ന് ശരിയാക്കട്ടെ. അപ്പോൾ പണിയെടുക്കുന്നവർക്കറിയാം. പോവാ. മിന്നാന്ന് കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഒരു 1-2 ദിവസം വീഡിയോ ഇല്ലാണ്ടെന്നിന് വർക്ക് ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് എല്ലാം കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട് കേട്ടോ, അഷ്റഫ് കണ്ണൂർ ഫോട്ടോഗ്രാഫി. ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, ഒന്ന് ഫോളോ ചെയ്യട്ടോ, അഷ്റഫ് കണ്ണൂർ ഫോട്ടോഗ്രാഫി. അപ്പോൾ അതിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയെല്ലാം ഇടുന്നുണ്ട്, ഒന്ന് കയറി നോക്ക്. അടിപൊളി ഫോട്ടോഗ്രാഫി വേണമെങ്കിൽ വിളിക്കുക കേട്ടോ. അതൊന്നും കല്യാണമുണ്ടെങ്കിൽ വിളിക്ക്. കുടുംബത്തിൽ ഫാമിലിയിൽ ഫാമിലി സെയിം തന്നെ. കുടുംബത്തിൽ അതുപോലെ ചങ്ങായിമാരെല്ലാം കല്യാണം ഉണ്ടെങ്കിൽ അയൽവാസികളെ വേണ്ടേ ആരുതെങ്കിലും അയൽവാസികളതും ചങ്ങായിമാരതും കുടുംബത്തിനും എല്ലാവരുടെ കല്യാണം ഉണ്ടെങ്കിൽ വിളിക്ക്. അടിപൊളി വർക്ക് ചെയ്ത് തരും കേട്ടോ. കിട്ടില്ല പോലത്തെ ഫോട്ടോഗ്രാഫി, പറക്കുന്ന ഫോട്ടോഗ്രാഫി ചെയ്ത് തരും. ഓക്കെ, പേജിൽ കയറി നോക്കി എന്നിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം വിളിക്കാം കേട്ടോ. വെഡ്ഡിങ് അഷ്റഫ് കണ്ണൂർ ഫോട്ടോഗ്രാഫി എന്ന് സെർച്ച് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ, എൻ്റെ പേജ് കിട്ടും. ഓക്കെ, വിടാ. നമ്മളെടുത്ത മിന്നാമിനിങ് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ വീടിന് മുമ്പിലെ റോഡ് സൈഡിലെ, അതിപ്പം മിന്നാമിനിങ് പോയി കേട്ടോ. ഫുൾ ടൈം കത്തിക്ക കാണുന്നുണ്ട്. നന്നാക്കിയതാണോ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ആയതാണോ എന്നറിയില്ല. വാ എടുത്തു. ഇതാണ് മിന്നാമിനിങ് സ്ട്രീറ്റ് ലൈറ്റ്. ഇത്രയും ദിവസം മിന്നിക്കൊണ്ടാണ് അതിന് പറ്റി, പക്ഷേ ഇപ്പോൾ ശരിയായി കേട്ടോ. കണ്ടോ, ഇപ്പോൾ ശരിയായിട്ട് കാണുന്നുണ്ട്. നല്ല തന്നെ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ ശരിയായി കേട്ടോ. മിന്നാമിനിങ് സ്ട്രീറ്റ് ലൈറ്റ്, അത് നമ്മുടെ മിന്നാമിനിങ് സ്ട്രീറ്റ് ലൈറ്റ്. മിന്നാമിനുങ്ങേ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയേട്ടാ. ഷവർമ കണ്ടു, ചാർക്കോൾ ഷവർമ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ കഴിക്കുന്നില്ലേ, അന്ന് കഴിച്ചതന്നെ, പിന്നെ കഴിച്ചിട്ടൊന്നുമില്ല. ഷവർമ അടിപൊളി ഷവർമ കേട്ടോ, ചാർക്കോൾ ഷവർമ. പറയണ്ടല്ലോ അല്ലോ. ഒരു ഷവർമ അല്ലേ, ചാർക്കോൾ ഷവർമ അടിപൊളി കേട്ടോ. സെറ്റാ. അപ്പോൾ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ടുള്ള സോസുണ്ട്. സോസ് വേണ്ട, സോസ് ഇല്ലാണ്ട് ടേസ്റ്റ് ഉണ്ട്. ഓരോ സാധനങ്ങളും സോസൊന്നും ഇല്ലാണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് മസാലയെല്ലാം തൂക്കും, ഇത് മസാല തൂക്കുന്നില്ല. നൈസ്. ഓരോ സ്ഥലത്ത് അൽഫാമൊക്കെ തന്നെ മസാല തൂക്കും അല്ലേ. മസാല ഇങ്ങനെ തൊണ്ടക്കുന്നു, മുളകെല്ലാം അധികമായിട്ട്. ഇത് കറക്റ്റാണ്, ഇതാ പ്രശ്നമില്ല. കണ്ട, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ചാർക്കോൾ ഷവർമ കഴിച്ചിട്ട് കഴിച്ച് നോക്കണം. കഴിക്കലുണ്ടോ? കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായം പറയാം കേട്ടോ. കഴിക്കാം. പഴങ്ങളും ചാടിക്കാം. ഓക്കെ, പഴങ്ങളും ചാടിക്കുന്നു. സെറ്റ്. മുളക് ഇത് വെള്ളിറ്റുന്നുണ്ട്. കക്കിരി, ബീട്രൂട്ട് അല്ല കക്കിരി. ഇത് ഇങ്ങനത്തെ കളറ്, ബീട്രൂട്ടിൻ്റെ കളറ്. അറിയോ? ആരോഗ്യം പറയണേ. എന്നിട്ട് അങ്ങനത്തെ കളറ് കക്കിരി. ഉള്ളിൽ വെള്ളമല്ല വേണ്ടി, ഇതല്ല ഇല്ല അങ്ങനത്തെ കളറാണ് സംഭവം. ഇതിനെ അന്നേ ആലോചിക്കുന്ന കാര്യമാണ്. എൻ്റെ കയ്യിൽ ഇട്ട് വെച്ചിട്ട് ആകുന്ന തിരിയുന്നു. ആ മുളക് ഇട്ട സാധനമുണ്ട് കഴിയുന്നുണ്ട്. എന്തോ മുടിയാട്ടാണ് വായുന്നെന്തോ ഒരു കളി. ഇന്ത്യക്കാരൻ്റെ അമ്മപ്പ ഇന്ത്യക്കാരൻ്റെ മുടിയാട്ടാണോ? വെള്ളി ഇന്ത്യക്കാരനോ? ബംഗാളീസ്, യു പി എല്ലാം യു പി. പണിക്കാരനാ യു പിയാ. ശരിക്കാരും വിളിച്ചാലോ? അത് വേണം ചോദിക്കുന്ന വേണ്ട. പഴങ്ങാടി ചാടില്ല. ഓക്കെ മക്കളെ, പഴയങ്ങാടി നമ്മുടെ താഴത്തെ മേൽപ്പാലം കിട്ടണം പോലത്തെ കുഴി, കമ്പി എന്താ കമ്പി, റോഡിൽ കുഴിയും കമ്പിയും
കുഴി പോയിട്ട് കുഴി വലുതായിട്ട് കമ്പി കാണുന്നു. ഫുൾ ബ്ലോക്കാണ് ഇവിടെ. ഈ പാലത്തിനുള്ള ബ്ലോക്കാ. കമ്പി കാണുന്നു, കമ്പി. അപ്പം എനക്ക് ഇരുട്ടായി പോയല്ലോ. അപ്പം എനിക്ക് പറയാനെന്ന് വെച്ചാൽ കമ്പി ആരെങ്കിലും അടിച്ചാറ്റി കൊണ്ടുപോകുന്നതിന് മുമ്പ് അത് സിമെൻ്റാറ്റം ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ അടുത്തപ്പോൾ സിമെൻ്റാറ്റം കുഴച്ചിട്ടിട്ട് എന്തോ വലിയ കോണമൊന്നും ഉണ്ടായിട്ടില്ല. അത് വേഗം പോയിന്. രണ്ടു ദിവസം കൊണ്ട് തന്നെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ പോയിന്. അപ്പം എന്തെങ്കിലായിട്ട് ചെയ്യാം, അത്രേ പറയാനുള്ളൂ. അല്ലെങ്കിൽ കമ്പി ആരെങ്കിലും മാട്ടിക്കൊണ്ട് പോകും. അറിയാലോ നമ്മളെ നാടാണ്. അയ്യാ കമ്പി മാട്ടി എന്ന് പറയാൻ നിൽക്കണ്ട. കിട്ടുന്ന പോലത്തെ കുയ്യാന്ന് കമ്പിയുണ്ട്, കമ്പി. ഓക്കെ കണ്ടോ, ഇതൊക്കെ കമ്പി കാണുന്നുണ്ടോ? കമ്പി കാണുന്നുണ്ടോ? ഇതാണ് അവസ്ഥ മക്കളെ. ഇനി പറഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയണ്ട. ഇതാണ് അവസ്ഥ. ഓക്കെ, ചായ പയവെള്ളത്തി. ഇനി ചായ മുമ്പിൽ നമ്മളെ സൽമാൻ റോഡ് ക്രോസ് ചെയ്യുകയാണ്. അവിടെ പോയിക്കോടോ. എന്താ മോനെ കടന്നോ? നമ്മ പോയിട്ട് പോയാൽ മതി. അതങ്ങനെയാണ്. ചായ കുടിക്കട്ടെ. ഒരു ടൈമിന് എനിക്ക് അടിപൊളി അവക്കാട് അടിച്ചിരുന്ന നമ്മുടെ സൈനുക്കൊരു ഹായ് പറഞ്ഞ. ചായ വേണോ? വാന്ന് ചായ അടിക്കല. ചായ അടിച്ചിട്ട് പോവാന്ന് വാന്ന്. നമുക്ക് അടിക്കേണ്ട ഒരു ദിവസോ ഇതാ ചായ. നമ്മളെ എന്താ പറയാ, മധുരം കുറവ് ചായ. സൽമാനൊരു ഹായ് പറഞ്ഞ. മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. മുട്ടത്തല നമ്മ എവിടെ പോയിനന്ന്? മുട്ടത്തല. അന്നെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് വർക്കിന് വന്നിന് കേട്ടോ. ഇനി അടുത്ത ആഴ്ച എൻ്റെ കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. അടുത്ത ആഴ്ച എവിടെ കല്യാണം അറിയാം? വരുന്ന സാറ്റർഡേ സൺഡേ മുട്ടത്ത് കേട്ടോ. അതുണ്ടാവും. വെറും കാൽ ചായ. എന്താ സുഖം മക്കളെ. ചായ കുടിക്കാൻ വീട്ടിൽ നിന്ന് വൈകിട്ട് ഒരു ചായ കുടിച്ചിനി. ഇത് രണ്ടാമത്തെ ചായ. ഇനി ഒരു ദിവസം എത്ര ചായ കുടിക്കൂടാ? 8 എൻ്റെ മക്കളെ. ഞാൻ വിചാരിച്ച ഞാനാന്ന് കൂടുതൽ കുടിക്കുന്നത്. ഞാൻ ആ ഒരു ദിവസം ഒരു 3 എണ്ണം കുടിക്കും. രാവിലെ ഒന്ന് കുടിക്കും നിർബന്ധം, വൈകിട്ട് വീട്ടിൽ നിന്ന് നിർബന്ധം. പിന്നെ പയങ്ങാടിൽ വന്നു കഴിഞ്ഞാൽ എവിടെയായാലും, പയങ്ങാടി എന്നല്ല എവിടെയായാലും ഒരു മഗ്‌രിബ് സമയത്ത് അല്ലെങ്കിൽ രാത്രി 1 മാക്സിമം പോയാൽ എൻ്റെ 4 എണ്ണം. ഇവൻ 8 എണ്ണം കുടിക്കുമ്പോൾ. പിന്നെ മുകളിൽ അടുത്ത മാനേജർ ഉണ്ടായിട്ടില്ല, ഒരു ചങ്ങായിനെ പരിചയപ്പെട്ടിനി. മോൻ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടിയാ എരുവരം. യെസ്, അവിടെ ഉണ്ടായ ഒരു പണിക്കാരനെ മാനേജറായിട്ടാണ്. ഓനൊരു ദിവസം 30 എണ്ണം കുടിക്കുമ്പോലും. ഒരു ദിവസം 30 ചായ. ഓന് ഫുൾ ഓൺ ആയിക്കോട്ടാ, ഓഫ് ഉണ്ടാവില്ല, ഫുൾ ഓൺ അല്ലേ. എന്താ സംഭവം? 30 ചായ ഒരു ദിവസം കുടിക്കാന്ന് പറയുമ്പോൾ 300. ഒരു ചായക്ക് 15 റുപ്യ വെച്ച് കൂട്ടുമ്പോൾ 500 റുപ്യ ആയാലും ചായക്ക് കണക്കന്നെ. സിഗരറ്റും കൂടെ വിൽക്കുന്നതിന് കണക്കായി. നമ്മളെ പോലത്തെ സിഗരറ്റ് വിൽക്കാത്ത ആളാണെങ്കിൽ സെറ്റ്. അവന് സിഗരറ്റും കൂടെ വിൽക്കുന്നുണ്ടെങ്കിൽ ഓനിക്കൊരു ദിവസം ചിലവ് ചായയും സിഗരറ്റും മാത്രം 1000-ന് മുകളിൽ. ഓൻ അതിനായിട്ട് പണിയെടുക്കണം. അവിടെയെല്ലാം ഇങ്ങനത്തെ ഷോപ്പിലെല്ലാം ഒരു ദിവസം കണക്കൂട്ടി കഴിഞ്ഞാൽ 500 റുപ്യ 1000-നുള്ളിലേ ഉണ്ടാവുള്ളൂ. 600, 500 ആ റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ ശമ്പളം. അവൻ ചായക്കന്നെ കൊടുക്കുന്നുണ്ട് ആ പൈസ. ചായ കുടിച്ചിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ. അങ്ങനെ ചായ കുടി കഴിഞ്ഞു. നെക്സ്റ്റ് ഷേവിങ്. പൂട്ടാനായ 9:10. അപ്പോൾ അഹേനോട് ഞാൻ പറഞ്ഞു നീ വിളിക്കാൻ. ടിപ്പ വിളിച്ചത് ചെയ്യും. ഡാനിഷ് പയങ്ങടിയിലെ എടാ പൂട്ടിയടി ചങ്ങായി. ഷട്ടർ പോയി താത്തിട്ട. സമയമായി 9:10 ആയതുകൊണ്ടായിരിക്കും ആളുകാർ എടുക്കാൻ വേണ്ടി കാറിൽ തന്നെ ഷട്ടർ ഇങ്ങനെ പൊന്തിക്കും. തുറക്കാൻ ഡാൻസ് എടുത്തു.
ഷമീമിൻ്റെ വൈഫിൻ്റെ അടുത്ത് വൈഫ് ഹൗസിൽ. അങ്ങനെ കഴിഞ്ഞു. എന്നെ കുട്ടപ്പനാക്കിയിട്ടുണ്ടല്ലേ നമ്മളെ ഡാനിഷ്. മനസ്സിലായി പറഞ്ഞേ നമ്മളെ ചെക്കനാവും. 9 മണിക്കൂർ ക്ലോസ് ചെയ്യുന്ന കേട്ടോ. ഇപ്പോൾ 9:45 അവിടെ വാട്സപ്പേ ബാടാ ബാടാ അങ്ങനെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത് മാത്രം ചെയ്തിന് കേട്ടോ. അടുത്ത പ്രാവശ്യം മുടി സെറ്റാക്കല്ലേ? ഇപ്പം കുഴപ്പമില്ലല്ലോ, മുടിയിൽ ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇറങ്ങി 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 ഷേവ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. അനക്കുണ്ടല്ലോ മീശ കുറച്ച് വലുതാവുമ്പോൾ തന്നെ എനക്ക് തന്നെ ബോറായിട്ട് തോന്നും. സത്യന്മാരെല്ലാം എന്തോ പോലെ തോന്നും മീശ ഇച്ചിരി വലുതാവുമ്പോൾ. അതുകൊണ്ടൊന്നും നോക്കുന്നില്ല. നേരത്തെ കാലത്തെ കട്ട് എടോ എൻ്റെ ബാഗ് എടുക്കാൻ മുട്ടയിടോ അവിടെ വെച്ചിട്ടില്ല. ആ ചെറിയൊരു ബാഗ് ഉണ്ടായിട്ട് എൻ്റെ ക്രോസ് ബാഗ് അത് എടുക്കാൻ മുട്ടായി. അത് എടുക്കട്ടെ, അത് വെച്ച് അവിടെ ഇപ്പോൾ താക്കാൻ സാധ്യത ഉണ്ട്. പൂട്ടല്ലടേ പൂട്ടലട പൂട്ടലട ഇല്ല കൂട്ടിയിട്ട എടുക്കട്ടെ. കിട്ടി 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 കിട്ടി. അവരുള്ളിൽ നിന്ന് കളിയാണ്. ക്രിക്കറ്റാ ഫുട്ബോളോ എന്തോ ഇവിടെ ഇരട്ടപ്പോൾ ക്രിക്കറ്റോ ഫുട്ബോളോ എന്തോ കാണുന്നുണ്ട്. ഞാൻ വേഗ് എടുത്ത് ക്രിക്കറ്റോ ഫുട്ബോളോ എന്തോ കാണുന്നുണ്ട്. കാണട്ടെ. അവർ ഷട്ടർ പോയി താത്തിന് ആൾ കയറാൻ എടുക്കാൻ പോയതല്ല മുക്കാവാൻ താത്തിന്. എൻ്റെ വണ്ടി അടിയില്ലേ? വണ്ടി ഇതാ, ഇതേ വണ്ടി.